ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ അൽക്കൂറത്ത് ഞാൻ നമ്മളെ മാർക്കറ്റിൽ കയറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കൂടുതലായതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. രണ്ടാം ഭാഗമാണ്. ഇതാ കണ്ടോളൂ. നല്ല മീനുണ്ട് കേട്ടോ മാർക്കറ്റിൽ. മറ്റേ കോർണിഷിൽ ഇത് അൽക്കൂറിലെ മാർക്കറ്റ്. നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. മീനുണ്ട്. മീൻ ഉള്ള പോലെ തന്നെ വിലയുണ്ട് കേട്ടോ. നല്ല വില ഉണ്ട് കണ്ടോ. അടിപൊളി മീനാണ്. ഇപ്പം എല്ലാത്തിനും വില ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ എല്ലാവരും കൊണ്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ചും കൊണ്ടിരിക്കും. അമൂറെല്ലാം നല്ല ഫ്രഷ് അമൂറാണ്. അതേപോലെ ഐക്കൂറക്ക് 40 റിയാലുണ്ട് കേട്ടോ. 40 റിയാലുണ്ട്. എല്ലാത്തിനും ഉണ്ട്. പിന്നെ ഞണ്ട് വാങ്ങി ഞാൻ. ഞണ്ടിന് 1 കിലോന് 15 റിയാലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം വില കൂടുതൽ തന്നെയാണ്. നമ്മളെ ദോഹയിൽ മാത്രമല്ല ഇവിടെയും വില ഉണ്ട്. അവർ പറഞ്ഞ് പൊതുവേ മീനിന് വിലയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ സീജ എല്ലായിടത്തും പോയി വില ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവൻ്റെ അടുത്തു നിന്നാണ് ഞണ്ട് വാങ്ങിയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു വലിയ സൈസായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും കറങ്ങി. ഒരു അറബി ചായയും കുടിക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക്. പിന്നെ അമൂറെല്ലാം നല്ല ഫ്രഷ് അമൂറാണ് കേട്ടോ. ഐക്കൂറുണ്ട്, അമൂറുണ്ട്, അയില ചാമാനുണ്ട്, പിന്നെ കൂന്തളുണ്ട്. അടിപൊളി കൂന്തൾ വലുതും ചെറുതും എല്ലാം ഉണ്ട്. ഞണ്ടുണ്ട്. പിന്നെന്താ മീൻ, പിന്നെ നമുക്ക് വിലോപ്പി ഉണ്ട്. അല്ല മറ്റേ എന്താണ് വേറൊരു മീനുണ്ടല്ലോ. എല്ലാ മീനും ഉണ്ട്. എനിക്ക് ഒരുപാട് മീനിൻ്റെ പേരറിയില്ല. ഷീജക്ക് ഒരു മീനിൻ്റെ പേര് പോലും അറിയില്ല. ഓരോ മീൻ പറയുമ്പോഴും അവഴിച്ചിരിക്കും കേട്ടോ. ഓള് പറയുന്ന വേറെ പേരാണ്. ഓൾക്ക് ഒരു മീനിൻ്റെ പേര് പോലും ഷീജക്ക് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്ന് എല്ലായിടത്തും പോയി ലാസ്റ്റ് ഇതാ ഇയാളെ തന്നെ വന്ന് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇക്ക പറയാം നല്ല ചെമ്മീനുണ്ട് കേട്ടോ. അടിപൊളി ചെമ്മീൻ. അപ്പോൾ ഇക്ക പറയണത് മോളെ നല്ല ചെമ്മീനുണ്ട് എന്ന് പറയുന്നത്. നല്ല ബിരിയാണി വെക്കാൻ പറ്റിയ ചെമ്മീനാണ്. ഞാൻ വാങ്ങാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ മിഞ്ഞാന്ന് ബിരിയാണി വെച്ചോണ്ടാണ് വാങ്ങാത്തട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യം മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ മീൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഞണ്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവിടുന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇക്ക എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്ന് ഷായി അല്ലേ യൂട്യൂബ് ചെയ്യുന്നതെന്ന് വെച്ച് ഞാൻ ആന്ന് പറഞ്ഞ് കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് മീൻ എടുത്തുതരാം, റൂമിലാണ് നിങ്ങളെ വണ്ടിയിൽ വരട്ടെ വെച്ചാൽ അങ്ങനെ നമ്മളെ വണ്ടിയിൽ അവർക്ക് വന്നു റൂമിൽ നിന്ന് എനിക്ക് മീൻ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ഷീജ വാങ്ങിയ മീനാണിത്. ചെറിയ അയിലക്കാരോൾ വാങ്ങി, പിന്നെ വലിയ കൂന്തളും വാങ്ങി കേട്ടോ. നല്ല മീനുണ്ട്. അങ്ങനെ ഒരേ ഫാമിലിയോ എനിക്ക് തോന്നുന്നു കൂടുതൽ അറബികളാണ് ഇവിടെ വരുന്നതെന്ന്. ഐക്കൂറെല്ലാം അടിപൊളി. ഇതാ അയില ചാമ്പാനെല്ലാം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ അടുത്തുനിന്ന് കുറച്ച് കൂടുതൽ 1 കിലോന് വാങ്ങി കേട്ടോ. പിന്നെ അപ്പുറം പോയിട്ട് അവൾ കൂന്തളും വാങ്ങി, ഞാൻ ഞണ്ടും വാങ്ങി. ഞാൻ ആദ്യം കണ്ട അവരുടെ അടുത്തുനിന്ന് ഞണ്ട് വാങ്ങി കേട്ടോ. 1 കിലോ ഞണ്ടും വാങ്ങി. അപ്പോൾ അൽക്കൂറിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ഫിഷ് മാർക്കറ്റിലോട്ട് വരുന്നത്. പിന്നെ ചില സ്ഥലത്തൊന്നും ഇന്നൊന്നും മീനില്ല കേട്ടോ. ഇവിടെ ഒരാളില്ല തന്നെയല്ലേ. പിന്നെ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആളില്ലാന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെമ്മീൻ അടിപൊളിയായിട്ട് വലിയ ചെമ്മീനുണ്ട് കേട്ടോ. നല്ല ചെമ്മീനുണ്ട്. അമൂറെല്ലാം വലിയ അമൂറെല്ലാണ് കെടുക്കുന്നത്. എനിക്ക് ഇയാൾ ഞാൻ പറഞ്ഞ ഞാൻ ഇവിടുന്ന് ഞണ്ടിൻ്റെ വില വെച്ചപ്പം പറഞ്ഞ് അത് എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ്. എനിക്ക് നല്ലൊരു അവരെ കച്ചവടമല്ല നോക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞു അത് ഇന്ന് ആ ഞണ്ട് നിങ്ങൾ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരെ കച്ചവടമല്ല നോക്കുന്നത് കേട്ടോ. അവർ ഫ്രഷ് അല്ലാത്തതുകൊണ്ടാണ് നമ്മളോട് അത് പറഞ്ഞത്. അപ്പോൾ ഷിജനോട് പറഞ്ഞു ഇവരൊരിക്കലും നമ്മളെ പറ്റിക്കില്ല, ഇവിടുന്ന് തന്നെ മീൻ വാങ്ങിക്കുമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു അത് പഴയ ഞണ്ടാണ്, അത് നിങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞ്. പിന്നെ കൂന്തളെല്ലാം കണ്ടില്ലേ, കൂന്തൽ കണവാന്നെല്ലാം പറയും. ചെമ്മീൻ ഇതാ ഐക്കൂറ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലായിടത്തും നമ്മളെ മലയാളികൾ തന്നെയാണ്. മലയാളി എനിക്ക് തോന്നുന്നു മദ്രാസിയ ശ്രീലങ്ക എന്നറിയില്ല, തമിഴ് പറയുന്നുണ്ട്. കൂടുതലും മലയാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ വന്ന് ഞണ്ടെടുത്ത് കേട്ടോ. ഇവിടെ വന്ന് ഞണ്ടെടുത്ത്
ഞങ്ങൾ നെണ്ടെടുക്കാൻ പോയപ്പോൾ ഷീജ അവിടുന്ന് വിളിക്കുന്നു, ഇങ്ങോട്ട് വാ പൈസ എടുത്തിട്ട് വാ, ഞാനിവിടുന്ന് കൂന്തൽ വാങ്ങട്ടേന്ന്. അങ്ങനെ കൂന്തലെല്ലാം വാങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം വിട്ടു കേട്ടോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് വലുത് നോക്കിയിട്ട് തന്നെ എടുത്തോന്ന് പറഞ്ഞ് നല്ലത് നോക്കിയിട്ട് തന്നെ അവൻ എടുത്തു വന്നു കേട്ടോ. നല്ല നണ്ടായിരുന്നു. ഇപ്പം നെണ്ട് വാങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. എൻ്റെ അവ്വാച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് നെണ്ട്. ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും നെണ്ട് വാങ്ങിയാലും കഴിക്കുമ്പോഴും എനിക്ക് സങ്കടം വരും. അപ്പോൾ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് നെണ്ട് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണം സായിമാന്ന് പറഞ്ഞു. അവിടെ എപ്പോഴും ഉണ്ടെങ്കിലും ഞങ്ങൾ വാങ്ങാറുണ്ട്. പിന്നെ ഇതാ ചെമ്മീൻ അങ്ങനെ വെള്ളത്തിൽ ഓല് ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി വേഗം പോയി. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ തിലകൻ ചേട്ടൻ പറഞ്ഞ് ഇവിടുത്തെ അൽക്കൂറിലെ സ്റ്റേഡിയം കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അതിൽ പോയി കേട്ടോ. നല്ല ഇങ്ങനെ ഇത് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുടാവാനായിനി. അപ്പോൾ ഉച്ചക്ക് വന്നിട്ട് ഞങ്ങൾ എല്ലായിടത്തും കറങ്ങി വീഡിയോയിലെടുത്തിട്ട് വൈകുന്നേരമായി കേട്ടോ. വൈകിട്ടായി പോകുമ്പോൾ അൽക്കൂറിലൊന്നും നമ്മൾ എപ്പോഴും വരില്ലല്ലോ, വർഷത്തിലൊരിക്കൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അൽക്കൂറിലെല്ലാം എൻ്റെ സബ്സ്ക്രൈബർ ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് അതുപോലെ നമ്മളോട് ഷായല്ലേ എന്ന് വന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് യൂട്യൂബ് ചെയ്യുന്നത്. പിന്നെ അവരും നമ്മളെ വണ്ടിയിൽ വന്ന് അവരെ വീട്ടിൻ്റെ അവിടെ വരെ പോയി നമുക്ക് മീൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ മോളെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ മോള് ഉണ്ടായിരുന്നു നാട്ടിൽ, വീഡിയോ കോളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തല്ല, ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നല്ലൊരു കാലാവസ്ഥയിലാണ് കേട്ടോ, പക്ഷേ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ വെള്ളിയാഴ്ച അന്ന് അങ്ങനെ പോയിട്ടോ. ഒരു ദിവസം ഫുൾ അൽക്കൂറും എല്ലാമായിട്ട് അങ്ങനെ പോയി. ഉച്ചക്ക് പോയിട്ട് ഒരു 1:30-2 മണിക്ക് ഞങ്ങൾ പോയിട്ട് വൈകിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ റൂമിൽ വന്നു. ഷീജ കൂന്തൽ വാങ്ങിയിന്. ഓള് പറഞ്ഞ് നിന്നാലും അവിടെ വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ റൂമിൽ പോയി കൂന്തൽ വരട്ടിയതും മീൻ പൊരിച്ചതും പിന്നെ പത്തിരിയും ആക്കി കേട്ടോ. അപ്പോൾ ഷീജക്ക് ഭയങ്കര മടിയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾക്ക് എരിവും പുളിയൊന്നും പറ്റില്ല. അപ്പോൾ അവളെ കുക്ക് ചെയ്തത് നമുക്കും തിന്നാൻ പറ്റില്ല. ഓൾ എരിവും പുളിയൊന്നും ഇടൂല കേട്ടോ. അങ്ങനെയാണ് ഓൾ വെക്കുക. അവൾക്ക് ഇതൊന്നും പറ്റൂല, അവളെ ഒരു അസുഖമുള്ള കാരണത്താൽ. അപ്പോൾ നമുക്ക് അവളെ ഫുഡ് പറ്റില്ല. നമ്മളാണെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. ഓക്കെ എന്നാലും ഓൾ ചിലതൊന്നും ഓൾ കഴിക്കില്ല. അവൾക്ക് മസാല പറ്റില്ല, എരിവ് പറ്റില്ല, പുളി പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൾ ഫുഡ് കഴിക്കാറ് കേട്ടോ. അവൾ ചോറൊന്നും കഴിക്കില്ല കേട്ടോ. ചോറെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കയ്യിലല്ല കഴിക്കുള്ളൂ, ബാക്കിയെല്ലാം പച്ചക്കറി അജിറ്റാക്കി കഴിക്കുന്ന ഒരാളാണ് ഷീജ. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുക. എന്നാലും ചിലതൊന്നും അവൾ കഴിക്കില്ല. അവൾ അറബി വീട്ടിൽ നിന്ന് ഏത് ഫുഡ് കൊടുന്നാലും അവൾ കഴിക്കൂട്ടോ. അത് എരിവും പുളിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇതാണ് നമ്മളെ അൽക്കൂറിലെ സ്റ്റേഡിയം. അപ്പോൾ ഞങ്ങൾ അതിലങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അൽക്കൂറിലൊന്നും വരുത്തുണ്ടാവില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൂന്തളെല്ലാം നല്ല ഫ്രഷ് കൂന്തളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂന്തളെല്ലാം വെച്ച് ആ നിമിഷം തന്നെ തീർന്നിട്ടുണ്ട്. രാത്രി വെച്ചു, രാത്രി തന്നെ എല്ലാവരും തിന്ന് തീർത്തു കേട്ടോ. ഇതാണ് നമ്മളെ അൽക്കൂർ സ്റ്റേഡിയം. ഞങ്ങളെപ്പോഴും പറയലുണ്ട്, നമ്മൾ ഒരു 2-3 വണ്ടിക്കാരുണ്ട്. ആരാണോ ബിസി അല്ലാത്തത് അവരെ വിളിച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും പോകാറുള്ളത്. ഇപ്പോൾ ഒരാൾ നാട്ടിലാണ്, അവരുണ്ടെങ്കിൽ അവനെ വിളിക്കും.
ഇത് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ചൂടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം ആളെല്ലാം അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ ഇരുന്ന് ഇരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഇങ്ങനെ ചില ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, ചില ആൾക്കാരോട് ഇരുന്ന് കഥ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ദോയെന്നെല്ലാം വരുമ്പോൾ മടുപ്പ് തന്നെയാണ്, കുറേ ഇരിക്കണ്ടേ വണ്ടിയിൽ അൽക്കൂറിലെല്ലാം വരണമെങ്കിൽ. കുറേ ആൾക്കാർ ഫോട്ടോകൾ ഇങ്ങനെയെല്ലാം ഓരോന്ന് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അന്നത്തെ വെള്ളിയാഴ്ച ഇങ്ങനെ പോയിട്ടോ. നമ്മൾ ചേച്ചീനെ കൂട്ടിയിട്ടില്ലായിരുന്നു. ചേച്ചീനെ കൂട്ടാൻ നമ്മൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാറിഞ്ഞ് പോയതാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എല്ലാം പോകുന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അതിൽ പോയപ്പോൾ കോർണിഷ് കണ്ടപ്പോൾ അങ്ങനെ കയറി ഫോട്ടോ എല്ലാം എടുക്കാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ സമയമായതാണ് കേട്ടോ. ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർ ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ചില ആൾക്കാർ നല്ല കമൻറ്റ് ചെയ്യും, ചില ആൾക്കാർ വേർഡ് കമൻറ്റ് ചെയ്യും. അതൊന്നും നമ്മൾ മൈൻഡിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇഷ്ടമുള്ളവർ നല്ല കമൻറ്റ് ഇട്ടാൽ അൽഹംദുലില്ലാ, അത് കണ്ടാൽ നമുക്കൊരു സന്തോഷം. ഇപ്പോൾ വേർഡ് കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാറുമില്ല. അവർക്ക് നമുക്ക് വേർഡ് കമൻറ്റ് ഇട്ടിട്ട് കിട്ടുന്ന ഒരു സുഖം കിട്ടുകയാണെങ്കിൽ ഒരു സൂയിക്കട്ടെ, അത്രേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. പിന്നെ ഓവർ വേർഡ് കമൻറ്റ് ഇട്ടാൽ ഞാൻ പറഞ്ഞില്ലേ, ഓവർ ഇടുമ്പോൾ നമുക്കും ടെൻഷനാവും, നമ്മളെ മക്കളും നമ്മളെ ഉമ്മാരെല്ലാം ഇത് കാണുന്നതാണ്, അപ്പോൾ അവർക്കും വിഷമാവും. അപ്പോൾ കൂടുതൽ വേർഡ് കമൻറ്റ് ഇട്ടാൽ ആരായാലും പ്രതികരിക്കും. അതാണ് ഇപ്പോൾ യൂട്യൂബിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പെണ്ണുങ്ങളെല്ലാം ഭയങ്കര മോശമായിട്ടെല്ലാം സംസാരിക്കുന്ന ഈ ഓവർ വേർഡ് കമൻറ്റ് ഇടുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്കൊന്നും ഇന്ന് വരെ അങ്ങനെ ഒരു അവസ്ഥ ഒന്നും വന്നിട്ടില്ല. എന്നാലും ഇടയ്ക്കെല്ലാം വേർഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെ എനിക്ക് വേർഡ് കമൻറ്റ് ഇട്ടിട്ട് ഒരു സന്തോഷം കിട്ടുക, സന്തോഷിക്കട്ടെ, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ അന്നത്തെ ദിവസം ഫുള്ള് പോകും കേട്ടോ. അതാണ് അതിന് വിഷയം. ആ ദിവസം മൊത്തം കഴിയും. എവിടെ പോവുക, അപ്പോൾ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ അന്നത്തെ ദിവസം അവിടെ തന്നെ കഴിയും. ഇവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോവുകയാണെങ്കിലോ പിന്നെ എവിടെ പോവുകയാണെങ്കിൽ ആ ഒരു ദിവസം മൊത്തം അന്ന് അവിടെ തീരും. പിന്നെ ഞങ്ങൾ അവിടെ വിട്ടപ്പം കുറച്ച് സ്പീഡ് കൂട്ടി പോകൽ തുടങ്ങി കേട്ടോ. ഒരുപാട് സമയമായില്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാം ഞാൻ ചെയ്യും ഇൻഷാ അല്ലാ. ലൈവ് ഇടയ്ക്ക് സമയം ഉണ്ടാവും വരും. ഞാൻ ചിലപ്പോൾ നേരം വൈകിയാലും എനിക്ക് ലൈവ് വരാൻ പറ്റില്ല. നാട്ടിലുള്ളവരെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും, അതാണ് ലൈവ് വരാത്ത. ഒരു കൃത്യസമയത്ത് എനിക്ക് ലൈവ് വരാൻ പറ്റുന്നില്ല. ഒരു സമയം നമുക്ക് ആകുമ്പോഴത്തേന് നാട്ടിൽ 12 മണിയെല്ലാം ആവും, അതുകൊണ്ടാണ് ലൈവ് വരാത്തത്. നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് ലൈവ് എല്ലാം ഇടാം ഇൻഷാ അല്ലാ. ഞാൻ ലൈവ് ഇടും. എല്ലാവരും പറയും ലൈവിലേക്ക് വായോ എന്ന് പറയും. ലൈവ് ഇടണ്ട്, ഇടാതിരിക്കില്ല. സമയം കിട്ടുമ്പോൾ എല്ലാം ലൈവ് ഇടണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു അൽക്കൂറിന് വരുമ്പോൾ ഒന്നും ഒരു ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മളെ ദോഹയിൽ തന്നെയാണ്, പക്ഷേ ഇതെല്ലാം ആരുമില്ല. അൽക്കൂറിൽ എനിക്ക് തോന്നുന്നു അൽക്കൂറിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോയത്. ഇപ്പോൾ നമ്മളത് ഇറങ്ങിയാണ് നമ്മളെ ദോഹ റോഡ് പിടിക്കുന്നത്. ഞങ്ങളിതാ അൽക്കൂറ് വിടുന്നു.
പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ലൈവ് വരുമ്പോൾ ലൈവ് കണ്ട എല്ലാവരും വരിക.